അങ്ങനെ ഒരാളുണ്ട്. കഴിഞ്ഞ ദിവസം സിറ്റിയിൽ വെച്ച് രണ്ടുപേരെന്നോട് നിത്യയെക്കുറിച്ച് ചോദിച്ചു. നിത്യയെ ഞാൻ ഒളിപ്പിച്ചിരിക്കുകയാണെന്നും പറഞ്ഞ് എന്നെ തല്ലുകയും ചെയ്തു. ആരാ നിത്യ? അങ്ങനെ ഒരാൾ അന്വേഷിച്ചു വന്നവരാരാ? ഇവരൊക്കെ എന്തിനാ എന്നെ ഉപദ്രവിക്കുന്നേ? അത് നിത്യ അമ്മയ്ക്ക് അറിഞ്ഞൂടാ മോനെ, സത്യമായിട്ട് അറിഞ്ഞൂടാ. എന്റെ ഓർമ്മയിൽ പോലും അങ്ങനെ ഒരു പേരില്ല, അങ്ങനെ ഒരാളില്ല. ആരായിരിക്കും നിത്യയെ തിരക്കി വന്നത്? ആരായിരിക്കും ഇവനോട് വഴക്കുണ്ടാക്കിയത്? സുധയും ശിവാനന്ദനുമായിരിക്കും. ഈശ്വര. അമ്മേ, അമ്മ എന്താ ഓർക്കുന്നേ? അത് ഞാൻ മോൻ പറഞ്ഞതിനെ കുറിച്ച് ആലോചിക്കായിരുന്നു. ആരാ അങ്ങനെ വന്നതെന്നൊക്കെ. ഒട്ടും ഓർമ്മയില്ലാത്ത ഒരാളുടെ പേരില് വഴിയിൽ വെച്ച് തല്ലുന്നു, ചോദ്യം ചെയ്യുന്നു. എനിക്കറിയില്ല ഇനി ഇതിന്റെ പേരിൽ ആരൊക്കെ എന്റെ നേർക്ക് വരുമെന്ന്. എന്നെ തല്ലുന്നതിലും കൊല്ലുന്നതിലും ഒന്നും വിഷമമുണ്ടായിട്ടല്ല. പിന്നെ എന്തിനു വേണ്ടിയാ ഇത് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ തിരിച്ചറിയണമല്ലോ. ഞാൻ പോട്ടെ അമ്മേ. 1-2 പ്രോഡക്റ്റ് കൂടി കൊടുക്കാനുണ്ട്. എന്താ അമ്മേ? മോനൊന്നും ഓർത്ത് പേടിക്കണ്ട കേട്ടോ. അമ്മ മോന് വേണ്ടി പ്രാർത്ഥിക്കും. ഇതൊക്കെ എന്തിനാ? എന്റെ അടുത്ത് ആവശ്യത്തിന് കാശുണ്ട്. എന്നാലും ഇരുന്നോട്ടെ, അമ്മ തരുന്നതല്ലേ. അമ്മ തരുന്നതൊക്കെ അമൃതാണ്. അങ്ങനെയല്ലേ പറഞ്ഞു ശീലിച്ചിട്ടുള്ളത്. ടീച്ചേഴ്സിനോടും ബാക്കിയുള്ള പേരൻസിനോടും ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്ത്? അല്ല, ഞാൻ ഒരിക്കലും ശരിയായില്ല, അതുകൊണ്ട് പത്മൻ ടീച്ചർ ദാനം ചെയ്യുന്നതാണെന്നൊക്കെ. ഇവിടെയുള്ള കുഞ്ഞുങ്ങളൊക്കെ എനിക്ക് ഒരുപോലെയാ. ഞാൻ ആരോടും ഒരു വ്യത്യാസം കാണിക്കാറില്ല. അതൊന്നും പറയണ്ട. എന്നിട്ട് എന്റെ മോളോട് ക്ലാസ്സിൽ കാണിക്കുന്നത്? എനിക്കതൊന്നും പറഞ്ഞ് മനസ്സിലാവില്ല. എനിക്ക് വേറെ പണിയുണ്ട്. വന്നിരിക്കുന്നു. അല്ല, ആദിക്കുട്ട,
മിടുക്കനായാലോ നീ, സുന്ദര കൃഷ്ണൻ തന്നെ. ആഹാ, കൊള്ളാം കൊള്ളാം. അപ്പൂപ്പ ഇന്ന് വാ വാ. ഓ ഓ, അപ്പൊ വലിക്കല് വീഴും. എന്തുവാ? എനിക്ക് ഏ? എനിക്ക് ഒരു ഓല വേണം, സ്റ്റേജിലേക്ക് കൊണ്ടുപോവാനാ. രാധയ്ക്ക് നിന്നെ ഓല ആവശ്യമുണ്ട്, പോയി എടുത്തിട്ട് വാ. ഈ കൊച്ചിനൊരു കാര്യം. അല്ല, ഈ രാധയും ഓല തമ്മിൽ എന്തുവാ ബന്ധം? എന്റെ അപ്പൂപ്പ ഒന്ന് പോയി എടുത്തിട്ട് വാ. ഓ, നീ വയസ്സാകാലത്ത് തെങ്ങി വലിഞ്ഞു കയറേണ്ടി വരുമോ? ജഡ്ജസിനോടൊക്കെ പറഞ്ഞ് ഏൽപ്പിച്ചോ മോന് തന്നെ സമ്മാനം കൊടുക്കണോന്ന്? അവരൊക്കെ എന്റെ കൂടെയുള്ള ടീച്ചേഴ്സാ. അപ്പൊ പിന്നെ കാര്യമൊക്കെ എളുപ്പമായല്ലോ. തനിക്ക് വല്ല ഭ്രാന്തുണ്ടോ? ഇവിടെയുള്ളൊരു മത്സരത്തിന് ഞാൻ ആളുകളെ സ്വാധീനിച്ച് ഫസ്റ്റ് വാങ്ങിച്ചിട്ട് എങ്ങോട്ട് പോവാനാ? അച്ഛനമ്മമാർക്ക് ടെൻഷൻ ഉണ്ടാവുന്നതൊക്കെ സ്വാഭാവികം. പക്ഷെ അത് തനിക്ക് കുറച്ച് കൂടുതലാ. വെറുതെ അങ്ങ് പറഞ്ഞ പോരാ, കുറച്ച് വട്ട തന്നെയുണ്ട് തനിക്ക്. എടി മൊട്ട നിന്റെ ആളുകൾക്കിടെ കിടന്ന് വെറുതെ ആളാവല്ലേ. എടി, കഴിഞ്ഞില്ലേ വഴക്കൊന്നും? അവളല്ലേ ഓരോന്ന് പറഞ്ഞോണ്ട് വരുന്നത്.